സെക്കൻഡ് യൂണിറ്റ് ടു ദി വേൾഡ് ഓഫ് ആനിമൽസ്, ആനിമൽസിൻ്റെ ലോകത്തേക്ക്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എന്താ പഠിച്ചത്? പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു. ഇനി ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ആനിമൽസിനെ കുറിച്ചാണ്, മൃഗങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. പിക്ചറിലേക്ക് നോക്കൂ, അവിടെ കണ്ടോ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീടിൻ്റെ മുന്നിൽ കണ്ടോ എത്ര ആനിമൽസാ, കണ്ടില്ലേ നിങ്ങൾ? വാവ്, ഓൾ ഓഫ് യു ഹാവ് കം early today, very good. Seeing her friends, Mitra came out of her house. അവളുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ, ഫ്രണ്ട്സ് ആരാണ്? ആനിമൽസ് അല്ലേ? ആനിമൽസിനെ കണ്ടപ്പോൾ ആ പെൺകുട്ടി മിത്ര കെയിം ഔട്ട് ഓഫ് ഹർ ഹൗസ്. അവളുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ, മിത്രയുടെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ, മിത്ര എന്നാണ് കേട്ടോ പെൺകുട്ടിയുടെ പേര്. മിത്ര വീടിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് എന്താ പറയണേ? എല്ലാവരും ഒന്ന് നേരത്തെ വന്നു ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഓൾ ഓഫ് യു ഹാവ് കം early today, വെരി ഗുഡ്, നന്നായി എന്ന് പറയുകയാണ്. ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. മിത്രയുടെ വീടിൻ്റെ ചുറ്റുപാട് നിങ്ങൾ കണ്ടു. ഏതൊക്കെ ക്രീച്ചേഴ്സാണ് പിക്ചറിലുള്ളത്? വിച്ച് ക്രീച്ചേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹെൻ, ചിക്സ്, കോക്ക്, dog, cat, calf, goat, butterflies, bird, crow, squirrel, then woodpecker, parrot. Then among these, which creatures do Mitra raise? ഇതിലെ ഏതൊക്കെ ക്രീച്ചേഴ്സിനെ ആയിരിക്കും, ഏതൊക്കെ ജീവികളെ ആയിരിക്കും മിത്ര വളർത്തുന്നുണ്ടാവുക? ക്യുരലിനെയും ക്രോനെയും വുഡ്പെക്കറെ ഒന്നും വളർത്തില്ല, ബട്ടർഫ്ലൈസിനെ ഒന്നും വളർത്തില്ലല്ലോ. വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻസ് റേസ് ആസ് പെറ്റ്സ്? മനുഷ്യന്മാർ പെറ്റായിട്ട് വളർത്തുന്ന ക്രീച്ചേഴ്സ്, ജീവികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ക്രീച്ചേഴ്സാണ്? ഹെൻ എഴുതാം, ഡക്ക് എഴുതാം അല്ലേ, കൗ എഴുതാം, ഗോട്ട് എഴുതാം. ദെൻ കാറ്റ്, ഡോഗ്, പാരറ്റ്, ഫിഷ്, ഹോസ്, എലിഫൻറ്റ്, ക്യാമൽ, ബഫല്ലോ, ഇതൊക്കെ എഴുതാം. അടുത്ത പേജ് നമ്പർ 23. വൈ ഡു വി റേസ് അനിമൽസ്? എന്തിനൊക്കെയാണ് നമ്മൾ അനിമൽസിനെ വളർത്തുന്നത്? അതിൽ ഫസ്റ്റ് പോയിൻ്റ് ഫോർ ഫുഡ്. വി റേസ് അനിമൽസ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ അനിമൽസിനെ വളർത്തുന്നുണ്ട്. ഫുഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? മിൽക്ക്, മീറ്റ്, എഗ് ഓഫ് സം അനിമൽസ് ആർ യൂസ് ആസ് ഫുഡ്. അതാ ചില അനിമൽസിൻ്റെ മിൽക്ക്, മീറ്റ്, എഗ്ഗൊക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിൻ്റ് എന്താ? ഫോർ സെക്യൂരിറ്റി. അതായത് നമ്മൾ ചില അനിമൽസിനെ നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. വി റേസ് ഡോഗ്സ്. ഡോഗുകളെയല്ലേ നമ്മൾ വളർത്തുക? നായ്ക്കളെയല്ലേ? വി റേസ് ഡോഗ്സ് ടു ഗാർഡ് അവർ ഹോം. നമ്മുടെ വീട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നായ്ക്കളേനെ വളർത്താറുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയാം ഫോർ പ്ലഷർ. പ്ലഷർ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അതായത് വി റേസ് കാറ്റ്സ്, ഫിഷ്, പാരറ്റ്സ് ആൻഡ് റാബിറ്റ്സ് ഫോർ പ്ലഷർ. ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കാറ്റിനെയും ഫിഷിനെയും പാരറ്റിനെയൊക്കെ വളർത്തുന്നുണ്ട്. അടുത്ത പോയിൻ്റ് ഫോർ ഫാമിംഗ്. അതായത് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ അനിമൽസിനെ റേസ് ചെയ്യുന്നുണ്ട്. അതായത് ബഫല്ലോ, ഓക്സ് ഒക്കെ കേട്ടോ. ബഫല്ലോ ആൻഡ് ഓക്സ് ആർ യൂസ് ഫോർ പ്ലൗവിങ് ലാൻഡ് ഭൂമി ഉഴുതാൻ വേണ്ടിയിട്ട് ബഫല്ലോകൾ, ഓക്സിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിൻ്റായിട്ട് പറയാം ഫോർ റേസിങ് ആൻഡ് റൈഡിങ്. അതായത് ഓട്ട മത്സരത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സവാരിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അനിമൽസിനെ റേസ് ചെയ്യുന്നുണ്ട്. അതായത് വി റേസ് ഹോസസ് ആൻഡ് ക്യാമൽസ് ഫോർ റേസിങ് ആൻഡ് റൈഡിങ്. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാം ഫോർ ട്രാവലിംഗ്. അതായത് യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അതായത് നമുക്കിപ്പോൾ പറഞ്ഞ ഹോസ് പറയാം. ദെൻ ഡോങ്കീസ്, ക്യാമൽ, എലിഫൻസ് ആർ യൂസ് ഫോർ ട്രാവലിംഗ്. ദെൻ അടുത്ത പോയിൻ്റ് ഫോർ ഡൂയിങ് വർക്ക്. അതായത് ജോലി ചെയ്യാനായിട്ട്. ബഫലോനെയും ഓക്സിനെയും നമ്മൾ ആർ യൂസ് ടു പുൾ കാർഡ്സ് പുൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ബുള്ളക്ക് കാട്ടൊക്കെ കണ്ടിട്ടില്ലേ, കാളവണ്ടി കണ്ടിട്ടില്ലേ? അപ്പോൾ അത് കാർഡ്സ് പുൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബഫലോകളെയും ഓക്സിനെയും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാം വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ റേസ് ചെയ്യുന്ന അനിമൽസ് ഏതൊക്കെയാണ്? എലിഫൻറ്റ് പറയാം. എലിഫൻറ്റ്സ് ആർ യൂസ് ടു ക്യാരി ലോഗ്സ്. മരത്തടികൾ കൊണ്ടുപോകാനായിട്ട്, ക്യാരി ചെയ്യാനായിട്ട് നമ്മൾ എലിഫൻസിനെ റേസ് ചെയ്യാറുണ്ട്, വളർത്താറുണ്ട്. ദെൻ ഡോങ്കീസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡോങ്കീസ് ആർ യൂസ് ടു ക്യാരി ഗൂഡ്സ്. അതായത് ഗൂഡ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഡോങ്കീസിനെ യൂസ് ചെയ്യുന്നുണ്ട്.
ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനിമൽസിനെ റേസ് ചെയ്യുന്നത്. പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അടുത്തത് എന്താണ്, ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് അനിമൽസ് ബെനിഫിറ്റ് us? കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ്. അതായത് തന്നിരിക്കുന്ന ഡൊമസ്റ്റിക് അനിമൽസ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, ചോട്ടിലെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡൊമസ്റ്റിക് അനിമൽസും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കൂ, ഏത് അനിമലാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഗോട്ടാണ്. ഗോട്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, വി ഗെറ്റ് മിൽക്ക് ആൻഡ് മീറ്റ്. പിന്നെ ഉള്ള ബെനിഫിറ്റ് എന്താണ്, ആട്ടിൻ കാഷ്ടമല്ലേ, ആട്ടിൻ കാഷ്ടം നമുക്ക് നല്ലൊരു വളമാണല്ലേ. അപ്പോൾ നമുക്ക് ആ കാഷ്ടത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഡ്രോപ്പിങ്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ എക്സ്ക്രീറ്റ എന്നും പറയും. അപ്പോൾ ദ ഡ്രോപ്പിങ്സ് ആർ യൂസ്ഡ് ആസ് മാനുവർ. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഗോട്ടിൻ്റെ. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്, ഹെന്നാണ്. ഹെന്നിന് നമ്മൾ ബെനിഫിറ്റ്സ് എന്ത് എഴുതാം, വി ഗെറ്റ് എഗ് ആൻഡ് മീറ്റ് എന്ന് എഴുതാം ഫസ്റ്റ് പോയിൻ്റായിട്ട്. പിന്നെ എന്ത് എഴുതാം, ഡ്രോപ്പിങ്സ് ആർ യൂസ്ഡ് ആസ് മാനുവർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഡക്ക് എഴുതിക്കോട്ടെ. നെക്സ്റ്റ് ഡക്ക് എഴുതാം. ഡക്കിനും ഹെന്നിനൊക്കെ ഒരേ ഗുണങ്ങൾ തന്നെയാണല്ലേ. വി ഗെറ്റ് എഗ് ആൻഡ് മീറ്റ്, അത് നമുക്കൊരു പോയിൻ്റായിട്ട് എഴുതാം ഡക്കിൻ്റെ. ഇത് കൗവ് നമുക്ക് എഴുതിക്കോട്ടെ. കൗവ് എന്താ, കൗവിൻ്റെ ഗുണം എന്താ, ബെനിഫിറ്റ്സ് എന്താ, കൗ ഗീവ്സ് us മിൽക്ക്, അതൊരു പോയിൻ്റ്. പിന്നെ ചാണകം ഇല്ലേ, ചാണകം നമ്മൾ നല്ലൊരു വളമാണ് കേട്ടോ. ചാണകം വളമായിട്ടും യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു ഇന്ധനമായിട്ടും യൂസ് ചെയ്യും. അപ്പോൾ കൗ ഡങ് ക്യാൻ ബി യൂസ്ഡ് ആസ് മാനുവർ ആൻഡ് ഫ്യൂവൽ. ദെൻ അടുത്തത് ഹോസാണ്, നമുക്ക് എഴുതാം. ഹോസിനെ കുറിച്ച് എഴുതിക്കോട്ടെ. ഹോസിന് എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹോസ് ആർ യൂസ് ഫോർ റൈഡിങ് ആൻഡ് റേസിങ്. ഹോസസ് ആർ യൂസ് ടു പുൾ കാർട്സ്. കുതിരവണ്ടികൾ കണ്ടിട്ടില്ലേ. ഇതേ പോയിന്റ് വെച്ച് നമുക്ക് ക്യാമൽ എഴുതാം. എന്താണ് ക്യാമൽ എന്ന് പറയുന്നത്, ആർ യൂസ് ഫോർ റൈഡിങ് ആൻഡ് റേസിങ്, അതുപോലെ തന്നെ ആർ യൂസ് ടു പുൾ കാർട്സ്. അടുത്ത് നമുക്ക് ഏത് അനിമൽ എഴുതാം, ഡോഗ് എഴുതിക്കോട്ടെ. ഡോഗ് എന്ന് പറയുന്നത് ഡോഗ്സ് ഗാർഡ് അവർ ഹോം, അതാണ് എൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡോങ്കി എഴുതാം. ഡോങ്കി എന്ന് പറയുന്നത് ആർ യൂസ് ടു ക്യാരി ഗൂഡ്സ് ക്യാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ബഫല്ലോ, ഓക്സ്, രണ്ടിനും ഒരേ ഗുണമായിട്ട് എഴുതാം. ആർ യൂസ് ഫോർ ഡൂയിങ് വർക്ക്, ജോലികൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ലൈക്ക് പ്ലൗവിങ് ലാൻഡ്. ദെൻ യൂസ് ടു പുൾ കാർഡ്സ് പുൾ ചെയ്യാനും അതുപോലെ തന്നെ നിലം ഉഴുതുമറിക്കാനും നമുക്ക് ബഫലോയും ഓക്സും യൂസ് ചെയ്യാം. പിന്നെ ഡോങ്കിക്കും നമ്മൾ യൂസ് ഫോർ ഡൂയിങ് വർക്ക് തന്നെ എഴുതാം കേട്ടോ. ഡോങ്കി, എലിഫൻ്റ് ഒക്കെ അത് തന്നെ എഴുതാം. എലിഫൻ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഏത് ഡൊമസ്റ്റിക് അനിമൽസ് ചോദിച്ചാലും നമുക്ക് അതിൻ്റെ യൂസസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കുറച്ചെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, വി റേസ് അനിമൽസ് ഫോർ വേരിയസ് പർപ്പസസ്. അത് നമ്മൾ അനിമൽസിനെ ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. മിൽക്ക്, എഗ് ആൻഡ് മീറ്റ് ഓഫ് സം അനിമൽസ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. ചില അനിമൽസിൻ്റെ മിൽക്ക്, എഗ്, മീറ്റൊക്കെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ വി കീപ് സം അതർ അനിമൽസ് ഫോർ പ്ലഷർ. ഒരു ഹാപ്പിനെസ്സിന്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചില അനിമൽസിനെ നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.